മിക്കവാറും എല്ലാ സംഘടനാ പ്രതിനിധികളും ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ച വളരെ കോർഡിയലായിരുന്നു എന്ന് അവർ തന്നെ നിങ്ങളോട് പറഞ്ഞു കാണും. എന്തായാലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ആദ്യമായി തന്നെ അവരോട് പറഞ്ഞിട്ടുള്ളത് ഒരു ട്രാൻസ്പോർട്ട് പോളിസി നമ്മൾ ഉണ്ടാക്കും. ആ ട്രാൻസ്പോർട്ട് പോളിസി എന്താണെന്നുള്ളത് വിപുലമായ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ ഒരു പ്രശ്നം മാത്രമല്ല, അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ വ്യവസായം വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. 30,000-ഓളം ബസ്സുകൾ ഉണ്ടായിരുന്നത് 8,000 ബസ്സിലേക്ക് ചുരുങ്ങി. അപ്പോൾ അതിന് നിരവധി കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നിലനിൽക്കവെയാണ് പ്രിയദർശിനി സ്കീം കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടത്. ഞങ്ങളും അവരും എത്തിച്ചേർന്ന ഒരു കോൺസെൻസസ് എന്താന്ന് പറഞ്ഞാൽ, എല്ലായിടത്തും പ്രിയദർശിനി ഒരു പ്രശ്നമല്ല, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ഗുരുതരമായ പ്രശ്നം അവരുടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യത്തിലും ഞങ്ങൾക്കും അവർക്കും തമ്മിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായ ഏതാണ്ട് 2 മണിക്കൂറോളം 2 മണിക്കൂറോളം ഞങ്ങൾ അജണ്ട വെച്ച് ചർച്ച ചെയ്തു. 12 അജണ്ടകളാണ് ഞങ്ങൾ ഇപ്പോൾ അവരുമായിട്ട് സംസാരിച്ചത്. അതിലേറ്റവും പ്രധാനം ഈ പ്രിയദർശിനി റിലേറ്റഡ് ഇഷ്യൂസ്, ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ച്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് പോളിസിയെക്കുറിച്ച്, അതുപോലെ ഞങ്ങൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രൈവറ്റ് ബസ് സെക്ടറിനെ ഒരു വ്യവസായമായിട്ട് അംഗീകരിക്കുക എന്നതിനെക്കുറിച്ച്, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് കൺസെഷനെ കുറിച്ച്, റോഡ് ടാക്സ് പെർമിറ്റ് റിഫോംസ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പെൻഡിങ് പോളിസി റിഫോംസ്, പ്രൊട്ടക്ഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ് വെൽഫെയർ, ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ചില റെയിൽവേ ഗേറ്റുകളൊക്കെ, അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷൻ മെക്കാനിസം, ഒരു 6 മാസം കൂടുമ്പോൾ എപ്പോഴും അവരെ ഞങ്ങൾ ഇനി അവർ വന്ന് കാണാതെ തന്നെ അങ്ങോട്ട് അവരെ ക്ഷണിച്ച് കാണുക എന്നുള്ള രീതി. അപ്പോൾ ആ തരത്തിൽ അവർ തന്നിട്ടുള്ള എല്ലാ മെമ്മോറണ്ടങ്ങളും വളരെ കുലങ്കക്ഷമായി പഠിച്ചതിന് ശേഷമാണ് ഈ 12 അജണ്ട അവരുടെ മുമ്പിൽ വെച്ചത്. ഈ 12 അജണ്ടയിലും വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങളും അവരും എത്തിച്ചേർന്ന നിഗമനം ഞാൻ നിങ്ങളോട് പറഞ്ഞു. തീർച്ചയായും അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഡിസിഷൻസ് ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. അതായത് ഈ പ്രിയദർശിനി സ്കീമിൻ്റെ ഭാഗമായിട്ടൊരു ഗവൺമെൻറ് പബ്ലിക് പോളിസിയാണത്. ആ പബ്ലിക് പോളിസിയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ ഏതൊക്കെ പ്രദേശത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി ബി പത്മകുമാർ IAS മുൻ DGP ചെയർമാനും ഡോക്ടർ ശ്രീദേവി, അതായത് നാറ്റ്പാക്കിൻ്റെ പഴയ ഡയറക്ടർ വൈസ് ചെയർമാനുമായിട്ടുള്ള ഒരു കമ്മിറ്റി നമ്മളിവിടെ പ്രഖ്യാപിക്കുകയാണ് പബ്ലിക്കായിട്ട്. അതിൽ വിജയശ്രീ എന്ന അഡീഷണൽ സെക്രട്ടറി ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിസ്റ്റർ മനോജ് ഇവിടെ ജോയിൻറ്റ് ട്രാഫിക് കമ്മീഷണർ, അദ്ദേഹമാണ് കൺവീനർ. അവർക്ക് 2 പേർക്കും പുറമെ സഞ്ജയ് RJ എന്ന ഒരു ട്രാൻസ്പോർട്ട് എക്കണോമിക്സിലെ ഒരു എക്സ്പെർട്ടും കൂടി അതിൽ അംഗമാണ്. ഇത്തരത്തിൽ 5 അംഗ കമ്മിറ്റി ഞങ്ങൾ എടുത്തിരിക്കുന്നു. അവരെ നമ്മൾ അറിയിച്ചു. ഈ പേരുകളെല്ലാം അവർക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള പേരുകളാണ്. ഒരു 45 ദിവസത്തിനകത്ത് തന്നെ നിർബന്ധമായും ഈ പഠനം നീട്ടിക്കൊണ്ടുപോകാതെ അത് പൂർത്തീകരിച്ച് അവരെ അറിയിക്കും. അവരെ വീണ്ടും കൺസൾട്ട് ചെയ്യും. ഒഫീഷ്യലായിട്ട് ഈ കമ്മിറ്റി അവരുമായിട്ട് സിറ്റിംഗ് വെച്ച് അവരെ കണ്ട് സ്പെസിഫിക്കായിട്ട് പൊതുപ്രശ്നങ്ങളല്ല, ഏതേത് പ്രദേശങ്ങളിലാണ് പ്രശ്നങ്ങൾ എന്ന് പഠിച്ച് ഗവൺമെൻറ്റിനെ റിപ്പോർട്ട് തരുന്നതിന് വേണ്ടിയാണ് ആ കമ്മിറ്റിയെ വെച്ചിട്ടുള്ളത്. മൂന്നാമതായിട്ട് ടിക്കറ്റ് ഇതര വരുമാനമുണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള നല്ല വിശദമായ ഒരു ചർച്ച നടന്നു. അതിൽ ഇപ്പോൾ പാർസൽ, കൊറിയർ, അഡ്വർടൈസ്മെൻറ്റ്, ഈ 3 കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. അത് മോർത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെ ഇപ്പോൾ കൊറിയർ സർവീസ് നടത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല. പാർസൽ സർവീസിൻ്റെ വെയിറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ
അതിന് മുകളിൽ ഇത് കയറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പണ്ട് പറ്റുമായിരുന്നു, ഇപ്പോൾ ചില നിബന്ധനകളും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ലിബറലായിട്ടുള്ളൊരു സമീപനമാണ് ഗവൺമെൻറ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അഡ്വർടൈസ്മെൻറ്റുമായി ബന്ധപ്പെട്ട കുറേ ഇഷ്യൂസ് അവർ പറഞ്ഞു. വാഹനങ്ങളുടെ അകത്തും പുറത്തും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു അനുവാദം നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒരു അവരതിനെ വളരെയധികം സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതുപോലെ റോഡ് ടാക്സ് നമ്മളത് കുറച്ചു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പകുതിയായിട്ട് കുറച്ചു. ആ കുറച്ച ടാക്സ് തന്നെ ആവശ്യമുള്ളവർക്ക് മന്ത്ലി അടയ്ക്കാവുന്നതാണ്. ഇപ്പോൾ 3 മാസം കൂടുമ്പോഴാണ് അടയ്ക്കേണ്ടത്. അതേപോലെ തന്നെ 50% ഒരു വൺ ടൈം സെറ്റിൽമെൻറ്റ് ഈ ചലാൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതും 3 മാസം സമയം കൊടുത്തുകൊണ്ടുള്ള വളരെ ലിബറലായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ വിശദമായിട്ടുള്ള ചർച്ചയിൽ ഉദാഹരണത്തിന് എറണാകുളത്തു നിന്ന് വന്നിട്ടുള്ള ഒരു പ്രതിനിധി പറഞ്ഞത് ഒരു 10-40 വർഷം മുൻപ് ഉണ്ടാക്കിയിട്ടുള്ള ടൈമിംഗ് ആണ് ഉള്ളത്. ആ ടൈമിന് ഉദാഹരണത്തിന് കാക്കനാട്ട് നിന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ 39 മിനിറ്റ് മതിയെന്നാണ് നിയമം. പക്ഷേ അതിപ്പോൾ 1 മണിക്കൂറിലധികമാണ് ഇപ്പോൾ എടുക്കുന്നത്. അതിനിടയ്ക്ക് 40 സ്റ്റോപ്പുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എത്രയോ കാലമായിട്ട് അഡ്രസ്സ് ചെയ്യാത്ത വിഷയങ്ങളുണ്ട്. ഇതിനെ ചൊല്ലിയൊക്കെയാണ് വലിയ സംഘർഷങ്ങളും വഴക്കുകളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ റൂട്ട് പ്ലാനിംഗ് ഓട്ടോമേഷൻ കേരള ബസ് എന്ന പേരിൽ റൂട്ടിനെ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിനെ റാഷണലൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ വെർജിൻ റൂട്ടുകൾ പുതിയ അർബൻ നോഡുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ അർബനൈസേഷൻ ഏതാണ്ട് 85% ആയിട്ടുണ്ട്. ഒരു 25 വർഷം മുമ്പ് അത് വെറും 25% ആയിരുന്നു. ഇപ്പോൾ ഏതാണ്ട് കേരളം മൊത്തത്തിലൊരു അർബൻ ഏരിയയാണ്. ഒരുപാട് പോയിന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ലുലു മാൾ നിൽക്കുന്ന പ്രദേശം ഒരു ചതുപ്പ് പ്രദേശമായിരുന്നു, നിങ്ങൾക്കറിയാം. ഇപ്പോൾ അതൊരു നോഡാണ്, ട്രാവലിൻ്റെ ഒരു പോയിൻ്റാണ് ലുലു മാൾ. പണ്ടതില്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ എത്രയോ പോയിന്റുകൾ കേരളത്തിൽ ഇതിനകം ഉയർന്നു വന്നിട്ടുണ്ട്. അതൊന്നും വേണ്ടത്ര ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ടാപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു വളരെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തി രാത്രികാല ലൈറ്റിങ്ങിനെയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ലുമിനോസിറ്റിയൊക്കെ ഇൻഡെക്സൊക്കെ നോക്കിയിട്ട് അത്തരത്തിലുള്ള ചില പഠനങ്ങൾ നടത്താനും റൂട്ട് ഓട്ടോമേഷൻ നടത്താനും പുതിയ സാധ്യതകൾ കണ്ടെത്താനും MVD മുന്നോട്ട് വരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജനറലായിട്ട് ഈ വിഷയത്തിൽ അവരുമായി സംസാരിച്ചിട്ടുള്ളത്.